ഹായ് മക്കളെ, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിൻ്റെ കെമിസ്ട്രി ഷോർട്ട് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ 9th റെഡോസ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഓക്സിഡേഷൻ, റിഡക്ഷൻ, അതേപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ, ഈ 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ള ഭാഗങ്ങളാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഓക്സീകരണം അതേപോലെ തന്നെ നിരോക്സീകരണം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓക്സിഡേഷൻ്റെയും അതേപോലെ തന്നെ റിഡക്ഷൻ്റെയും ഡെഫിനിഷൻസ് പഠിച്ചു വയ്ക്കാം. സോ ഓക്സിഡേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് എന്ത്? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? നിരോക്സീകരണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക കേട്ടോ. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ, അതേപോലെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് എന്ത്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. അത് പഠിച്ചു വയ്ക്കാം. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഒരു റിയാക്ഷനാണ് Mgയും അതേപോലെ തന്നെ Clയും നമ്മൾ റിയാക്ട് ചെയ്ത് Mg-Cl2 ഉണ്ടാകുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Mg നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 12 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത് അല്ലേ, 12. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 282 എന്ന് എഴുതാം. അതേപോലെ ക്ലോറിൻ്റെ കേസിൽ 17 ആണ്, 17 ആണ് എന്ത്? ആറ്റോമിക് നമ്പർ. സോ വി ക്യാൻ റൈറ്റ് 287 എന്ന് പറയാം. അപ്പോൾ ഈ കേസുകളിൽ Mgയും Clയും എന്തല്ല? സ്റ്റേബിൾ അല്ല. എന്തുകൊണ്ടാണ്? Mgയുടെ കേസിൽ ഒക്ടറ്റ് ആയിട്ടില്ല, അതേപോലെ തന്നെ Clൻ്റെ കേസിലും ഒക്ടറ്റ് ആയിട്ടില്ല, അഷ്ടക വിന്യാസമായിട്ടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒക്ടറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മുടെ Mg എന്താ ചെയ്യുന്നത്? ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, അതേസമയം Cl എന്ത് ചെയ്യും? ഇവിടെ 7 ആണുള്ളത് അല്ലേ, 8 ആയാലാണ് എന്താവുള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ Cl അല്ലെങ്കിൽ ക്ലോറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാൻ ശ്രമിക്കും. സോ Mg ആണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Mgക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് പറയാം. അതേസമയം Cl എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ റിസീവ് ആണ് ചെയ്യുന്നത്, ഗെയിൻ ആണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് Clന് അല്ലെങ്കിൽ ക്ലോറിന് സംഭവിക്കുന്നതാണ് എന്ത്? റിഡക്ഷൻ എന്ന് പറയുന്നത്, നിരോക്സീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. സോ നോക്കിയാൽ Mg ഡൊണേറ്റ്സ് 2 ഇലക്ട്രോൺസ് ടു ബിക്കം സ്റ്റേബിൾ. സ്ഥിരത കൈവരിക്കാൻ വേണ്ടി Mg എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ നോക്കിയാൽ ഇത് Mg ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. Mg എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അതെന്തായിട്ട് മാറും? Mg2+ അയോണായിട്ട് മാറി. Mg എന്ന് പറയുന്ന ആൾ ചാർജ് ഇല്ലാത്ത ആളായിരുന്നു, Mg0 ആയിരുന്നു അല്ലേ. 2 ഇലക്ട്രോണെ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അയാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? Mg+2 കേട്ടോ, +2e. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് എന്ത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഓക്സിഡേഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്, ഓക്സീകരണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. ഓക്സിഡേഷൻ്റെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ റൈറ്റ് സൈഡിലാണ് ആര് വന്നിരിക്കുന്നത്? ഇലക്ട്രോണിൻ്റെ എണ്ണവും അതുപോലെ Mg+ എന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ വരുന്നതാണ് എന്ത്? ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ വരെ കേട്ടോ. അതേപോലെ തന്നെ Clൻ്റെ കേസിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? Cl ഇലക്ട്രോൺ റിസീവ് ചെയ്യും, വാങ്ങിക്കും അല്ലേ. അപ്പോൾ നോക്കിയാൽ Cl എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചു, +1e. അതെന്തായി മാറി? Cl- ആയിട്ട് മാറി. സോ വി ക്യാൻ സേ Cl സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു എന്ന് പറയാം, നിരോക്സീകരണം സംഭവിച്ചു എന്ന് പറയാം. ഓക്കെയാണ് പറഞ്ഞ കാര്യം? ഈ ഐഡിയ മനസ്സിലാവണം കേട്ടോ. ഇതിൽ ഈ ഇക്വേഷൻ എഴുതുന്ന രീതി മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ പ്ലസ് റൈറ്റ് സൈഡിൽ വരുന്നതാണ് അത് ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ. അതേസമയം +1e അല്ലെങ്കിൽ 2e എന്നൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരാണെങ്കിൽ എന്ത് വരും? അത് റിഡക്ഷൻ്റെ ഇക്വേഷൻ ആയിരിക്കും. ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്ക് അതിൻ്റെ 2-3 എക്സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. ഇതാ ഓക്കെ, ഇപ്പോൾ ഇതിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് K+ ആയിട്ട് മാറി, പൊട്ടാസ്യത്തിൻ്റെ അയോണായിട്ട് മാറി. സോ ഇലക്ട്രോൺ ഡൊണേറ്റ് അല്ലേ ചെയ്തത്, അതുകൊണ്ട് പൊട്ടാസ്യം സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയും, ഓക്സീകരണം. അതേപോലെ കാൽസ്യത്തിൻ്റെ കേസിൽ കാൽസ്യം എന്ത് ചെയ്യുന്നത്? C എന്ത് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു, Ca2+ ആയിട്ട് മാറി. കണ്ട, Ca2+ ആയിട്ട് മാറി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ. അപ്പോൾ ഈ തന്നതെല്ലാം എന്താണ്? ഓക്സിഡേഷൻ്റെ അല്ലെങ്കിൽ ഓക്സീകരണത്തിൻ്റെ ഇക്വേഷൻസ് ആണ് കേട്ടോ. എക്സാമ്പിൾസ് ആണ്, പഠിച്ചു വയ്ക്കുക ഓരോന്നിനും എങ്ങനെ എഴുതണം എന്നുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് സൈഡിൽ കണ്ട +2e +1e ഒക്കെ വരണ, ഇതാണ് എന്ത്? ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ ആയിട്ട് വരാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിഡക്ഷനെ നോക്കാം. റിഡക്ഷൻ്റെ കേസിൽ എന്താ വരാൻ നോക്കിക്കോളൂ. ഇതാ F+1e, F കണ്ട, ഇവിടെ കണ്ട 1 ഇലക്ട്രോൺ റിസീവ് ചെയ്തു ഫ്ലൂറിൻ. അതേപോലെ ക്ലോറിൻ എന്ത് ചെയ്തു? 1 ഇലക്ട്രോൺ റിസീവ് ചെയ്തു. അതേപോലെ ബ്രോമിയം എന്താ? 1 ഇലക്ട്രോൺ റിസീവ് ചെയ്തു. ഇവിടെ ഓക്സിജൻ എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺ റിസീവ് ചെയ്യും. ലെഫ്റ്റ് സൈഡിലാണ് ഇലക്ട്രോണുകളുടെ പ്ലസ് വരുന്നത്, ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ എന്തിൻ്റെ ഇക്വേഷനാണ്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണത്തിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. അപ്പോൾ ഓക്സിഡേഷൻ്റെ ഇക്വേഷനും അല്ലെങ്കിൽ റിഡക്ഷൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതേ ഫോർമാറ്റിൽ വേണം എഴുതാനായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്തേക്ക് പോവാം. ഇതാ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് നമുക്ക് എന്താണ് നോക്കാം. ഇപ്പോൾ NaCl എന്ന് പറയുന്ന ആൾ നമുക്കറിയാം. NaCl എങ്ങനെയാണ് ഫോം ചെയ്തത്?
എയും അതേപോലെ തന്നെ Cl കമ്പൈൻ ചെയ്താണ് NaCl ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം Na സംഭവിക്കുന്ന കാര്യമാണെന്ത് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതായത് Na എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു. Na എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. ആർക്ക്? Cl കൊടുത്തു. Cl ആ ഇലക്ട്രോണിനെ വാങ്ങിച്ചു. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെന്ത് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അവിടെ സോഡിയത്തിന് സംഭവിച്ച കാര്യം എന്താണ്? ഓക്സിഡേഷനാണ്. കാരണം സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്തു വേറെ ആർക്കോ. അതേസമയം Cl എന്ത് ചെയ്തു, Cl ഇലക്ട്രോണിനെ വാങ്ങിച്ചു. Cl എന്ത് ചെയ്തു, ഇലക്ട്രോണിനെ വാങ്ങിച്ചു. അപ്പോൾ Clന് സംഭവിച്ചാണ് എന്ത് റിഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ, നിരോക്സീകരണം എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോൺ വാങ്ങിക്കല്ലേ ചെയ്തേ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ ഇടയാക്കിയത് സംഭവം എന്താണ്? ഇലക്ട്രോണെ കൊടുത്തത് കൊണ്ടല്ലേ ഓക്സിഡേഷൻ ഉണ്ടായത്. ഇലക്ട്രോൺ കൊടുക്കണമെങ്കിൽ അപ്പുറത്ത് വേറെ ആരെങ്കിലും വാങ്ങിക്കാൻ വേണം, വേണ്ടേ? ഇവിടുത്തെ കേസിൽ സോഡിയം കൊടുത്ത ഇലക്ട്രോണിനെ ആരാണ് വാങ്ങിച്ചത്? ക്ലോറിനാണ് വാങ്ങിച്ചത് അല്ലേ. അതായത് സോഡിയം കൊടുത്ത ഇലക്ട്രോൺ ആര് വാങ്ങിച്ചു? ക്ലോറിൻ വാങ്ങിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചത് കൊണ്ടാണ് സോഡിയത്തിന് എന്ത് സംഭവിച്ചത്? ഓക്സിഡേഷൻ സംഭവിച്ചത്. പറഞ്ഞ കാര്യം ക്ലിയർ ആയാ? സോഡിയം കൊടുത്ത ഇലക്ട്രോണിനെ ആര് വാങ്ങിച്ചു? ക്ലോറിൻ വാങ്ങിച്ചു. ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങിച്ചത് കൊണ്ടല്ലേ സോഡിയത്തിന് കൊടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേറെ ആരും വാങ്ങിക്കാനില്ലെങ്കിൽ സോഡിയത്തിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ ഇടയാക്കിയത് ആരാണ്? ക്ലോറിനാണ്. കാരണം ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചത് കൊണ്ടാണ് സോഡിയത്തിന് എന്ത് സംഭവിച്ചത്? ഓക്സിഡേഷൻ സംഭവിച്ചത്. അതുകൊണ്ട് ക്ലോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയും. ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഈ പേര് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ആരെ വിളിക്കുക? ഇവിടുത്തെ കേസിൽ ക്ലോറിനെ. എന്തുകൊണ്ടാണ്? ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചത് കൊണ്ടാണ് സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചത്. അപ്പോൾ സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ ഇടയാക്കിയത് ആരാണ്? ക്ലോറിനാണ്. ഓക്കെ. ഇനി അതേപോലെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ക്ലോറിന് സംഭവിച്ചാണ് എന്ത്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. ക്ലോറിൻ എന്ത് ചെയ്തു? ഇലക്ട്രോൺ വാങ്ങിച്ചു അല്ലേ. ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങിക്കണമെങ്കിൽ ആരെങ്കിലും കൊടുക്കണ്ടേ? ഇവിടെ ആരാ കൊടുത്തത്? സോഡിയം. സോഡിയം ഇലക്ട്രോണെ കൊടുത്തത് കൊണ്ടല്ലേ ക്ലോറിന് റിഡക്ഷൻ സംഭവിച്ചത് അല്ലേ. ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കാൻ ഇടയാക്കിയത് ആരാണ്? അപ്പോൾ സോഡിയമാണ്. അതുകൊണ്ട് നമ്മൾ സോഡിയത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയും. കാരണം സോഡിയം ഇലക്ട്രോൺ കൊടുത്തു, അത് ക്ലോറിൻ വാങ്ങിച്ചു. ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങിച്ചത് കൊണ്ടാണ് ക്ലോറിന് എന്ത് സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചത്, ഓക്സിജൻ സംഭവിച്ചത്. പക്ഷേ വാങ്ങിക്കണമെങ്കിൽ എന്ത് വേണം? ആരെങ്കിലും കൊടുക്കണ്ടേ? അതാരാ കൊടുത്തത്? സോഡിയം. സോ വി ക്യാൻ സേ സോഡിയത്തിന് സംഭവിച്ചതാണ് എന്ത്? ഓക്സിഡേഷനും. അതേസമയം സോഡിയമാണെന്ത്? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്. ഇതാ വരുന്നു. ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് ഡെഫിനിഷൻ നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചോളാം. ഇവിടുത്തെ കേസിൽ ഇപ്പോൾ നോക്കിയാൽ സോഡിയം പ്ലസ് Cl, അതായത് സോഡിയവും അതേപോലെ തന്നെ ക്ലോറിൻ നമ്മൾ റിയാക്ട് ചെയ്ത് സോഡിയം ക്ലോറിൻ ഉണ്ടാവും, NaCl ഉണ്ടാവും. ഓക്കെയാണ്. നമുക്കറിയാവുന്ന കേസ് എന്താണ്? സോഡിയത്തിന് സംഭവിക്കുന്നതാണ് ഓക്സിഡേഷൻ. കണ്ടോ? സോഡിയത്തിന് സംഭവിക്കുന്നതാണ് ഓക്സീകരണം. അതേസമയം ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളാണെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയാം. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആരാണോ അയാളാണെന്ത്? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ക്ലോറിന് സംഭവിക്കുന്നതാണ് എന്ത്? റിഡക്ഷൻ. ക്ലോറിന് സംഭവിക്കുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. നിരോക്സീകരണം ആർക്ക് സംഭവിക്കുന്നത്? ക്ലോറിന്. അത് ക്ലോറിൻ ആരാണപ്പോൾ? ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. ആ രീതിയിൽ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഇവിടുത്തെ കേസിൽ സോഡിയം എന്ത് ചെയ്തു? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു. അതുകൊണ്ട് സോഡിയത്തിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്കെ ആണല്ലോ? സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ക്ലോറിന് സംഭവിക്കും? റിഡക്ഷൻ. ഓക്കെ ആണോ? ഈ റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ ഇലക്ട്രോൺ ആരെങ്കിലും കൊടുക്കണ്ടേ? ക്ലോറിന് ഇലക്ട്രോൺ വാങ്ങിക്കേണ്ട ആരെന്ന് വാങ്ങിച്ചാൽ സോഡിയത്തിന്. അതുകൊണ്ട് സോഡിയത്തിന് സംഭവിക്കുന്നതാണെന്ത്? സോഡിയത്തിന് നമ്മളെന്ത് വിളിക്കും? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയും. കാരണം സോഡിയമാണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതേപോലെ ഇവിടുത്തെ കേസിൽ ക്ലോറിനാണെന്ത്? ഓക്സിഡൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് ക്ലോറിൻ നമ്മളെന്ത് പറയും? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയും. ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Mg + O2 gives MgO. ഇവിടുത്തെ കേസിൽ Mgക്ക് സംഭവിക്കുന്നതാണ് എന്ത്? ഓക്സിഡേഷൻ. അതേസമയം ഓക്സിജന് സംഭവിക്കുന്നതാണ് എന്ത്? റിഡക്ഷൻ. ഓക്സിഡേഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാളെയാണ് നമ്മളെന്ത് വിളിക്കുക? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആരാണോ അയാളെയാണ് എന്ത് വിളിക്കുക? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുക. അതേപോലെ റിഡക്ഷൻ ആർക്കാണോ സംഭവിക്കുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ അത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ കാര്യം കൃത്യമായി പഠിച്ച് വയ്ക്കുക കേട്ടോ. ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണെന്ന് പഠിക്കുക. അതേപോലെ ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും എന്താണെന്ന് പഠിക്കുക. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് കാണാം. ശ്രദ്ധിച്ചിരുന്നോ? ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സീകാരി. നോക്കിയാടാ. ദ സ്പീഷീസ് ദാറ്റ് ഹെൽപ്സ് ഓക്സിഡേഷൻ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഓക്സിഡേഷന് ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അയാളാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്.
നമുക്കറിയാം ഓക്സിഡേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ? അതാണ് സെക്കൻഡ് പോയിന്റ് ഇരിക്കുന്നത്. ദ ആറ്റം വിച്ച് ഗെയിൻ ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡൈസിങ് ഏജന്റ്. എന്താ കാരണം? ഓക്സിഡൈസിങ് ഏജന്റിന് സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ ആണ് അല്ലേ? റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ആറ്റം വിച്ച് ഗെയിൻ ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡൈസിങ് ഏജന്റ്. കൺഫ്യൂഷൻ ആവരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ ദ ഓക്സിഡൈസിങ് ഏജന്റ് ഗെറ്റ് റെഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? മലയാളം ശ്രദ്ധിച്ചോ. ഓക്സീകരണത്തിന് സഹായിക്കുന്നതാണ് ഓക്സികാരി. അതേപോലെ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ഓക്സികാരി എന്നറിയപ്പെടുന്നു. അതേപോലെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സികാരി നിരോക്സീകരിക്കപ്പെടുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. കൺഫ്യൂഷൻ ആവാതെ ശരിക്കും വായിച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ദെൻ അടുത്തത് നോക്കിക്കോ. റെഡ്യൂസിങ് ഏജന്റ്. ദ സ്പീഷ്യസ് ദാറ്റ് ഹെൽപ്സ് റിഡക്ഷൻ ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷന് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അയാളെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. അതായത് നിരോക്സീകരണത്തിന് സഹായിക്കുന്ന ആളാണ് എന്ത്? നിരോക്സീകാരി എന്ന് പറയുന്നത്. ഇനി അതേസമയം ഈ നിരോക്സീകാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ? അതാണ് സെക്കൻഡ് പോയിന്റ്. ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജന്റ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ ദ റെഡ്യൂസിങ് ഏജന്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൽ നിരോക്സീകാരി ഓക്സീകരിക്കപ്പെടുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുണ്ടോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അതാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഇപ്പോൾ NaCl എന്ന് പറയുന്ന ഒരാൾ ഞാൻ എടുത്തു. NaCl നമുക്കറിയാം ഒരു കോമ്പൗണ്ട് ആണല്ലോ. എങ്ങനെ ഫോം ചെയ്യുന്നത്? Naയും Cl തമ്മിൽ കമ്പൈൻ ചെയ്താണ് NaCl ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ NaCl ഉണ്ടാകുന്ന സമയത്ത് Na എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട്. Cl എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ Naക്ക് ഇലക്ട്രോണിനെ കൊടുക്കുന്നത് കൊണ്ട് അയാൾക്ക് കിട്ടുന്ന ചാർജാണ് +1 എന്ന് പറയുന്ന ചാർജ്. സോ Na ഡൊണേറ്റഡ് 1 ഇലക്ട്രോൺ, സോ +1. അതേസമയം Cl എന്ത് ചെയ്തു? 1 ഇലക്ട്രോൺ റിസീവ് ചെയ്തു. സോ -1 ആണ് എന്ത്? Clൻ്റെ കിട്ടിയ ചാർജ്. അപ്പോൾ Naക്ക് കിട്ടിയ ചാർജ് +1ഉം Clന് കിട്ടിയത് എന്താണ്? -1 ആണ്. അപ്പോൾ നമുക്ക് പറയാം Na എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയത് +1 എന്ന് പറഞ്ഞ ചാർജ് കിട്ടിയിട്ടുണ്ട്, കാരണം ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. Cl എന്ന് പറയുന്ന ആൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇലക്ട്രോൺസ് റിസീവ് ചെയ്തുകൊണ്ട് -1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ +1 അല്ലെങ്കിൽ -1 എന്താണ് ശരിക്കും? ഈ ഒരു മോളിക്യൂളിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും Na എന്ന് പറയുന്ന ആളുടെയും Cl എന്ന് പറയുന്ന ആളുടെയും മുകളിൽ എഴുതിയ ചാർജുകളാണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ Nയുടെ ചാർജ് എത്രയാണ്? +1 ആണെന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? Na എന്ന് പറയുന്ന ആളുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആണെന്ന് അർത്ഥം. അതേപോലെ തന്നെ Cl എന്ന് പറയുന്ന ചാർജ് എത്രയാണ്? -1 എന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Cl അല്ലെങ്കിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ വേറെ എടുക്കുകയാണ്, MgO എന്ന് പറഞ്ഞു. MgOൻ്റെ കേസിൽ Mg എന്ന് പറയുന്ന ആൾ 282 ആണ് വരാം അല്ലേ? 12 വരുമ്പോൾ അപ്പോൾ 2 ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യും. ഓക്സിജൻ എത്ര വരുന്നത്? 26 വരാം, കാരണം ഓക്സിജൻ്റെ ആറ്റം നമ്പർ എത്രയാണ് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? +2 വരും. ഓക്സിജൻ്റെ കേസിൽ -2 വരും. അപ്പോൾ MgOയിൽ Mgയുടെ ചാർജ് +2ഉം ഓക്സിജൻ്റെ ചാർജ് -2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ പറയുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? Mgയുടെ ഓക്സിഡേഷൻ നമ്പർ +2 ആണെന്ന് പറയും. അതേസമയം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണെന്ന് പറയും. ഇതാണ് ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഐഡിയ. ഓക്കെ ആണല്ലോ. ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിലുള്ള മോളിക്യൂൾസ് ആറ്റംസ് ഇപ്പോൾ Mg അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ചാർജ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ കാണാം, അപ്പോൾ മനസ്സിലാവുന്നും കൂടി ശ്രദ്ധിച്ചിരുന്നു. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ഇസ് ദ ഫോർമൽ ചാർജ്. ഞാൻ പറഞ്ഞില്ലേ, ഫോർമൽ ചാർജ് അസൈൻഡ് ഇൻ ആൻ ആറ്റം. ഓക്കെ, ഇതുവരെ മനസ്സിലാക്കി പഠിക്കുക. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ഇസ് ദ ഫോർമൽ ചാർജ് അസൈൻഡ് ഇൻ ആൻ ആറ്റം. ഓക്കെ, ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താണ്? ഇഫ് all the bonds in the substance are considered to be ionic. എന്താണെന്നറിയോ? ഞാൻ നേരത്തെ NaClൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. എന്താണ്? Na എന്ന് പറയുന്ന ആൾ 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, Cl എന്ന് പറയുന്ന ആൾ 1 ഇലക്ട്രോൺ റിസീവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഇലക്ട്രോൺ ട്രാൻസ്ഫർ മുഖാന്തരമുള്ള ബോണ്ടിങ് ആണ് എന്ത്? അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുള്ളൂ? ഇലക്ട്രോണെ കൊടുക്കുമ്പോഴേ എന്ത് കിട്ടുള്ളൂ? പോസിറ്റീവ് കിട്ടുള്ളൂ. ഇലക്ട്രോണെ വാങ്ങിക്കുമ്പോൾ എന്ത് കിട്ടുള്ളൂ? നെഗറ്റീവ് കിട്ടുള്ളൂ. അങ്ങനെ കൊടുത്താലാണ് പ്ലസ് കിട്ടുക, വാങ്ങിച്ചാലും മൈനസ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ചാർജുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കി, ഇനി ഫോൾ ദ ബോൺസ് ഇൻ ദ സബ്സ്റ്റൻസ് ആർ കൺസിഡർഡ് ടു ബി അയോണിക്. അയോണിക് ബന്ധനമാണെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഈ പറഞ്ഞ പ്ലസും അല്ലെങ്കിൽ മൈനസ് ചാർജും കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റുള്ളൂ? ഓക്സിഡേഷൻ നമ്പർ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഒരു വായിച്ചു നോക്കാൻ ശ്രദ്ധിച്ചിരുന്നോ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ഇസ് ദ ഫോർമൽ ചാർജ് അസൈൻഡ് ഇൻ ആൻ ആറ്റം ഇഫ് ഓൾ ദ ബോൺസ് ഇൻ ദ സബ്സ്റ്റൻസ് ആർ കൺസിഡർഡ് ടു ബി അയോണിക്. ഓക്കെ ആണല്ലോ, പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ?
അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഞാൻ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, നമ്മുടെ എല്ലാ സബ്സ്റ്റൻസുകളും തമ്മിലുള്ള ബോണ്ടിങ് അയോണിക് ആണോ? അല്ലല്ല, കോവലൻ്റ് ബോണ്ടിങ് ഉണ്ട് അല്ലേ, സഹസമയോജക ബന്ധനമുണ്ട്. അപ്പോൾ അവരുടെ കേസിൽ നമുക്ക് എന്ത് പറയണം എന്നറിയോ? ഈ പറഞ്ഞ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാ വരുന്നു, നോക്കിയാടാ. കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. നമുക്ക് അറിയണ കാര്യമാണ് അല്ലേ, കോവാലന്റ് കോമ്പൗണ്ട്സ് എങ്ങനെ വരുന്നത്? ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഷെയർ ചെയ്യുന്ന സമയത്ത് കൊടുക്കലും വാങ്ങിക്കില്ലാത്തതുകൊണ്ട് പ്ലസും മൈനസും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പക്ഷേ വേറൊരു ഐഡിയ ഉണ്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ ജസ്റ്റ് പറയുകയാണ്, ഇപ്പോൾ HCl എടുത്ത് ഞാനിവിടെ HCl എടുക്കുന്ന സമയത്ത് എച്ചും CLും കൂടിയിട്ട് 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ H ഇലക്ട്രോണിനെ കൊടുക്കണമില്ല, CL ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നുമില്ല. ഇവർ തമ്മിൽ എന്താ ചെയ്യുന്നത്? ഷെയറിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ രണ്ടെണ്ണത്തിലും വെച്ചിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഒരാളുണ്ട്. അതാരാണ്? CL ആണ് അല്ലേ, ക്ലോറിനാണ്. ക്ലോറിന് എന്ത് കൂടുതലാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നറിയോ? ഈ CLൻ്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരിക്കും. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? CLൻ്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരിക്കും, Hൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അകന്നിരിക്കും. അപ്പോൾ കുറച്ച് അകന്നിരിക്കുമ്പോൾ Hന് എന്ത് കിട്ടി? ചെറുതായിട്ട് ഇലക്ട്രോൺ പോയല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് പ്ലസ് കിട്ടും. അതേസമയം CLൻ്റെ കേസിൽ ഇലക്ട്രോൺ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അടുത്തേക്ക് അല്ലേ, അതുകൊണ്ട് ചെറുതായിട്ട് മൈനസും കിട്ടും. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് പ്ലസ് കിട്ടിയാൽ പോലും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ കേസിൽ അത് നമ്മൾ പോസിറ്റീവ് കൺസിഡർ ചെയ്യും. ചെറുതായിട്ട് മൈനസ് കിട്ടിയാൽ പോലും, അതായത് പാർഷ്യലി നെഗറ്റീവ് കിട്ടിയാൽ പോലും നമ്മൾ അതിനെന്ത് കിട്ടും? നെഗറ്റീവ് ആയിട്ട് കൂട്ടിയിട്ടാണ് ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്നത്. അതാണ് എഴുതിക്കുന്നത്. നോക്കിയാൽ ഇൻ സച്ച് കോമ്പൗണ്ട്സ്, ഏത് കോമ്പൗണ്ടിൽ? കോവലന്റ് കോമ്പൗണ്ട്സിൽ ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് അസൈൻഡ് അസ്യൂമിങ് ദാറ്റ് ദ ഷെയർഡ് ഇലക്ട്രോൺസ് ആർ ഷിഫ്റ്റഡ് ടു ദ മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. മനസ്സിലായല്ലോ? ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആരാണോ അയാളുടെ അടുത്തേക്ക് ഇലക്ട്രോൺ പോയി എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാർജ് കൺസിഡർ ചെയ്യുന്നത്. HClൻ്റെ കേസിൽ Hൻ്റെ അടുത്ത് ഇലക്ട്രോൺ പോയി എന്ന് കരുതിയിട്ട് Hന് നമ്മൾ എന്ത് കൊടുക്കും? പ്ലസ് കൊടുക്കും. CLൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ വന്നു എന്ന് കരുതിയിട്ട് CLന് എന്ത് കൊടുക്കും? നെഗറ്റീവ് ചാർജ് കൊടുക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിഡേഷൻ നമ്പർ കോവലന്റ് കോമ്പൗണ്ടുകളുടെ കേസിൽ പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമാണ് സഹസമയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇവയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്ക് ഇലക്ട്രോണുകൾ സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് സങ്കല്പിച്ചാണ് ഓക്സിഡേഷൻ നമ്പർ നിർണ്ണയിക്കുന്നത്. ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് പോവാം. എന്താണെന്നുള്ളത് ഇതാ നെക്സ്റ്റ് വരുന്നു. എന്താണെന്നറിയോ? കുറച്ച് എക്സാമ്പിൾസ് ആണ് ഉള്ളത് കേട്ടോ. അതായത് നമുക്ക് പരിചയമുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അവയുടെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇത് പഠിച്ചു വെക്കണം. ഹൈഡ്രജൻ്റെ കേസിൽ +1 ആണ് ഓക്സിഡേഷൻ നമ്പർ വരിക. പൊട്ടാസിൻ്റെ കേസിൽ +1 ആണ്. അതുപോലെ ഫ്ലൂറിൻ്റെ കേസിൽ -1 ആണ്. ഓക്സിജൻ്റെ -2 ആണ്. ബ്രോമിൻ -1 ആണ്. അലുമിനിയത്തിൻ്റെ കേസിൽ +3 ആണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പറിന്, അത് എന്തായാലും പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ തരാം, എന്നിരുന്നാൽ പോലും ഒന്ന് പഠിച്ചു വെക്കണം നല്ലതാണ് കേട്ടോ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അടുത്തത് ഇമ്പോർട്ടൻറ്റ്, അതായത് ഈ പറഞ്ഞ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിലേതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നത് നോക്കിക്കോ. ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾസ് ലൈക്ക് H2, O2, N2, Cl2 ആർ 0. അതായത് H2ൻ്റെയും N2ൻ്റെയും Cl2ൻ്റെയൊക്കെ എന്താണ്? 0 ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? H2 എന്ന് പറയുമ്പോൾ 2H ആയിരിക്കും അല്ലേ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോവലന്റ് ബോണ്ടിങ് ആണെങ്കിൽ സംഭവിക്കുക, ആരുടെ അടുത്തേക്കാണ് ഇലക്ട്രോൺ നീങ്ങിയിരിക്കുന്നത് അയാളെ നെഗറ്റീവ് ആയിട്ട് കൂട്ടും, ആരുടെ അടുത്ത് നിന്ന് ഇലക്ട്രോൺ പോയി അയാളെ പോസിറ്റീവ് ആയിട്ട് കൂട്ടും എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ 2Hൻ്റെ കേസിൽ എങ്ങോട്ടാണ് ഇലക്ട്രോൺ പോവുക? എവിടേക്കും പോവില്ല. കാരണം അതുകൊണ്ട് രണ്ടും ഒരേ ആൾക്കാരല്ല, അപ്പോൾ രണ്ടും തുല്യ പവറിൽ അട്രാക്ട് ചെയ്യില്ലേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. സോ H2ൻ്റെ കേസിൽ എത്ര വരുന്നത്? 0 ആയിരിക്കും വരാം. അതേപോലെ തന്നെ ഓക്സിജൻ്റെയും N2ൻ്റെയും Cl2ൻ്റെയും കേട്ടോ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾസ് ലൈക്ക് H2, O2, N2, Cl2 etc. ആർ 0. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ബേസിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യേണ്ടി വരാം കേട്ടോ. ഓക്കെ, ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ വിൽ ബി 0. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മോളിക്യൂളുണ്ട്, ആ മോളിക്യൂളിൽ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ആ ആറ്റങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 0 കിട്ടുന്നർത്ഥം. ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ വിൽ ബി 0 എന്താണെന്ന് പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഞാനിവിടെ NaCl എടുത്തു. നമുക്കറിയാം NaClൻ്റെ കേസിൽ NAയുടെ ഓക്സിഡേഷൻ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ എത്രയാണ് പറഞ്ഞത്? +1 പറഞ്ഞു. Clൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര പറഞ്ഞാൽ -1 പറഞ്ഞു. എങ്ങനെ കിട്ടി നമുക്കറിയാലോ, N ഇലക്ട്രോൺ കൊടുത്തു, Cl വാങ്ങിച്ചു അല്ലേ. അപ്പോൾ NAയുടെ +1 ആണ്, അതേസമയം Clൻ്റെ എന്ത് വരും? -1 ആണ് വരുന്നത് അല്ലേ. ഇനി നമ്മൾ സെക്കൻഡ് പോയിന്റ് എന്താണെന്നറിയോ? ഇതാണൊരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിലുള്ള ഓരോ ആറ്റങ്ങളുടെയും എന്താണ്
ഓക്സിഡേഷൻ നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ 0 ആണെന്ന് പറയുന്നത്. അപ്പോൾ എയുടെ എത്രയാണ് വരുന്ന ഓക്സിഡേഷൻ നമ്പർ +1 ആണ് അല്ലേ, പ്ലസ് Cl എത്രയാണ് -1 ആണ്. അപ്പോൾ +1 + -1 എത്ര വരാൻ ആൻസർ 0 ആയിരിക്കും അർത്ഥം. ഇതാണ് ഐഡിയ. ഓക്കെ, നമ്മളൊരു കോമ്പൗണ്ട് എടുത്തിട്ട് അതിലുള്ള ഓരോ ആറ്റം ഇപ്പോൾ H2SO4 എടുക്കുകയാണ്. H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ ഈ Hൻ്റെ ഓക്സിഡേഷൻ നമ്പറും അല്ലെങ്കിൽ H2ൻ്റെ ഓക്സിഡേഷൻ നമ്പറും Sൻ്റെ ഓക്സിഡേഷൻ നമ്പറും O4ൻ്റെ ഓക്സിഡേഷൻ നമ്പറും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുക, 0 ആയിരിക്കും കിട്ടുക. അതാണ് സെക്കൻഡ് പോയിന്റ് കേട്ടോ. കൂട്ടുമ്പോൾ എന്ത് കിട്ടണം, 0 കിട്ടുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ്. നോക്കി ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾസ് ലൈക്ക് H2, O2, N2, Cl2 ആർ 0. സെക്കൻഡ് എന്താ, ദ സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ വിൽ ബി 0. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം. രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനിലേക്ക് പോവാം. ദാ ഡിറ്റർമിനിങ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ H2SO4. അതായത് സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം ഒരു ആസിഡാണ്, അതിൽ എസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരും. അപ്പോൾ നമുക്ക് എസിൻ്റെ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് എസിൻ്റെ നമുക്ക് അൺനോൺ ആണ്, അറിയില്ല. അപ്പോൾ അറിയാത്ത ആളുടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് കൊടുക്കും, എക്സ് എന്ന് കൊടുക്കും. മാത്സിൽ നമ്മൾ ചെയ്യണ പോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് SbX എന്ന് കൊടുത്തു. എക്സ് മീൻസ് അൺനോൺ ആണ്, അൺനോൺ വാല്യൂ ആണ്, കൊടുത്തു. ഇനി നമുക്കറിയാവുന്ന എച്ചിൻ്റെ നമുക്കറിയാം +1 ആണ്. ഞാൻ നേരത്തെ ടേബിൾ കാണിച്ചില്ല എച്ചിൻ്റെ, അല്ലെങ്കിൽ പഠിച്ചു വയ്ക്കണം. എച്ചിൻ്റെ +1 ആണ് വരുന്നത്. അതേസമയം ഓക്സിജൻ്റെ എത്രയാണ്, -2 ആണ്. എങ്ങനെ വരുന്നത് അറിയാമല്ലോ, ഓക്സിജൻ്റെ -2 ആണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ H2SO4 ആണ് നമ്മുടെ കോമ്പൗണ്ട് തന്നിട്ടുള്ള മോളിക്യൂൾ. അപ്പോൾ അതിൽ H2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം H2 ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇതിൽ H2ൻ്റെ ഓക്സിഡേഷൻ നമ്പറും Sൻ്റെ ഓക്സിഡേഷൻ നമ്പറും O4ൻ്റെ ഓക്സിഡേഷൻ നമ്പറും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 0 കിട്ടണം. Hൻ്റെയും Sൻ്റെയും Oയുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 0 കിട്ടണം. അതാണ് ആൻസർ, കണ്ടീഷൻ. വി നോ സം ഓഫ് ഓൾ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓൾ ദ എലമെൻറ്റ് ഈസ് 0. കേട്ടല്ലോ. അപ്പോൾ ചെയ്യാൻ പോണ കണ്ടീഷൻ നോക്കിക്കോ. ഇവിടെ H2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H2SO4 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ H2 ഉണ്ടല്ലോ, 2. ആ 2 ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഈ 2 H2 എഴുതിയിട്ടില്ലേ, ആ 2 ഇവിടെ. 2 ഇൻറ്റു Hൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, +1 ആണ്, +1 കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് എഴുതി. 2 ഇൻറ്റു 1 എന്താണ്, H2ൻ്റെ +2. ദെൻ രണ്ടാമത്തെ ആൾ S ആണ്. Sൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയില്ല, X ആണ്. S എത്ര ഉണ്ട്, ഒരെണ്ണം ഉള്ളൂ. H2SO4 S1 നടത്തല്ലോ, ഇവിടെ ഒന്നില്ലെങ്കിൽ അർത്ഥം 1 നടത്താം. അപ്പോൾ 1 ഇൻറ്റു X എന്ന് പറയുമ്പോൾ എന്താ, ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയില്ല, കൊടുത്തു. പ്ലസ് ഇനി ഓക്സിജൻ്റെ കേസിൽ O4 വരുന്നത് അല്ലേ. അതിൻ്റെ അകത്ത് 4 ഓക്സിജൻ ഉണ്ടല്ലോ, 4 അല്ലേ. അപ്പോൾ 4, ആ 4 ഇൻറ്റു ഓക്സിജൻ എത്രയാണ് വരുന്നത്, ഓക്സിഡേഷൻ നമ്പർ -2 ആണ് വരുന്നത്. അപ്പോൾ O ഇൻറ്റു -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവ തമ്മിൽ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 എത്രയാണ്, +2. 1 ഇൻറ്റു X എത്രയാണ്, X ആണ്. 4 ഇൻറ്റു 2 എത്രയാണ്, 4 ഇൻറ്റു -2 എത്രയാണ്, -8 ആണ് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ ഈ +2 ഈ -8 തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും, -6 വരും. X ഇവിടെ ഉണ്ട്. X -6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് X ഈക്വൽ ടു വരും 6 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം നമ്മുടെ Sൻ്റെ ഓക്സിഡേഷൻ നമ്പർ സൾഫ്യൂരിക് ആസിഡിൽ എത്രയാണ്, +6 ആണെന്നുള്ളതാണ് കേട്ടോ. ഇതിൽ ഇവിടെ വരെ എന്തുള്ളൂ, കെമിസ്ട്രി ഉള്ളൂ. ബാക്കി സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ എന്താണ്, മാത്സ് ആണ്. അപ്പോൾ ഇതേ രീതിയിൽ വേണം ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ ആണല്ലോ. ഞാൻ തൽക്കാലം ഒരു എക്സാമ്പിൾ ചെയ്യുന്നുള്ളൂ, വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞ കാര്യം. ഒന്നുകൂടി പറയണം, അല്ലെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് അറിയാത്ത എന്താണ്, ഇതിലിപ്പോൾ നമുക്ക് Sൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. Sന് നമ്മൾ X എന്ന് കൊടുത്തു. Hൻ്റെ നമുക്കറിയാം +1 ആണ്, Oയുടെ -2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത്, H2 എന്ന് പറയുമ്പോൾ ആ 2 ആണ് എടുക്കുന്നത്. 2 H2ൻ്റെ 2 ആണ് ഇൻറ്റു Hൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ഗുണിച്ചു പ്ലസ് S എത്രയാണ്, 1 ആണ്, ഒരു S ഉള്ളൂ ഇവിടെ. അപ്പോൾ 1 ഇൻറ്റു Sന് നമുക്ക് അറിയില്ല, അപ്പോൾ X എന്ന് കൊടുത്തു. പ്ലസ് 4 എന്ന് പറയുമ്പോൾ എന്താ, O4ലെ 4 ആണ്. 4 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2. ഇത് ഈക്വൽ ടു എന്ത് വരും, 0 വരും. ഇതിന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, X -6 ഈക്വൽ 0 കിട്ടും. X ഈക്വൽ ടു എന്ത് വരും, +6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, സൾഫ്യൂരിക് ആസിഡിൽ +6 ആണ്. ഐഡിയ കിട്ടിയല്ലോ. ഇതേ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. ഓക്കെ ദെൻ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്ന് പഠിച്ചു. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ പഠിച്ചു. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. റിഡക്ഷൻ എന്താണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ നേടുന്ന പ്രവർത്തനമാണ് അല്ലേ. ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഈ പറഞ്ഞ ഓക്സിഡേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്സിഡേഷൻ നമ്പർ പഠിച്ചില്ല. ഇപ്പോൾ അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും പറയാൻ പോകുന്നത്, അതാണ് ഇനി പഠിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ Na + Cl2 നോക്കിയാൽ നമുക്ക് ഇവിടെ സംഭവം തന്നിട്ടുണ്ട്. അതാണ് നോക്കിയാൽ
NAയും CLും ചേർന്ന് NaCl ഉണ്ടായി നമുക്കറിയാം. അപ്പോൾ അതിൽ ഞാനിങ്ങനെ എഴുതുകയാണെങ്കിൽ Na പ്ലസ് Cl, ഞാൻ ആ ബാലൻസിങ് കളഞ്ഞു വിടുന്നത് എഴുതാണ് NaCl എന്ന് എഴുതി. ഇവിടെ നമുക്ക് ചാർജുകൾ ഏതാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഓക്സിഡേഷൻ നമ്പറിൻ്റെ കേസ് 2 കണ്ടീഷൻ പറഞ്ഞ ഓർമ്മയാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? H2Cl2 O2 എക്സെട്ര ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ Na എന്ന് എഴുതി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആറ്റമാണ്. ഇയാളുടെ കേസിലും ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും അറിയോ? 0 ആയിരിക്കും. ഞാൻ മുകളിൽ എഴുതിക്കുന്നത് 0 ആണ് കേട്ടോ. 0 കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കളർ മാറ്റാം അല്ലേ. അപ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇതാ Na എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ് വരുന്നത്. 0 കാരണം ഒറ്റ ഇൻഡിവിജ്വൽ ആണ് അല്ലേ. അതേപോലെ തന്നെ Clൻ്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് വരുന്നത്? 0 ആണ് വരിക. Cലും എന്താണ്? 0 ആണ് ഓക്സിഡേഷൻ നമ്പർ. അതേസമയം NaCl എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ NaCl എടുക്കുകയാണെങ്കിൽ NaClൻ്റെ കേസിൽ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ വരിക? Nയുടെ കേസിൽ നമുക്കറിയാം +1 ആണ്, Clൻ്റെ കേസിൽ -1 ആണ്. നമുക്കറിയാവുന്ന കാര്യം Na എന്ന് പറഞ്ഞ ആൾ ഒരു ഇലക്ട്രോൺ കൊടുത്തു, Cl വാങ്ങിച്ചു. സോ വി ക്യാൻ സേ Naക്ക് സംഭവിച്ചതാണ് എന്ത്? ഓക്സിഡേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. Naക്ക് സംഭവിച്ചതാണ് എന്ത്? ഓക്സിഡേഷൻ എന്ന് പറയുന്ന ആൾ, ഓക്സിഡേഷൻ എന്നാണ് പ്രോസസ്സ്. അതേപോലെ Clൻ്റെ കേസിലും സംഭവിക്കും, റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായി നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ തന്നെ അല്ലേ. ഇനി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ Naയുടെ ഓക്സിഡേഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി എത്രയായിരുന്നു? 0 ആയിരുന്നു. ബിഫോർ ദ റിയാക്ഷൻ എത്രയായിരുന്നു? ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു അല്ലേ. ഇനി ആഫ്റ്റർ ദ റിയാക്ഷൻ, അതായത് NaCl ഫോം ചെയ്തതിന് ശേഷം Naയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +1 ആണ് വന്നത് കേട്ടോ. Naയുടെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് എന്തായിട്ട് മാറി? +1 ആയിട്ട് മാറി. അതേപോലെ തന്നെ നമ്മൾ ആരെ നോക്കുന്നു? ഇപ്പോൾ ഞാൻ ക്ലോറിൻ്റെ എഴുതാണെങ്കിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു. 0ൽ നിന്ന് എത്രയായിട്ട് മാറി? -1 ആയിട്ട് മാറി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, NaCl ഫോം ചെയ്യുന്ന സമയത്ത് Naയുടെ ഓക്സിഡേഷൻ നമ്പർ ബിഫോർ ദ റിയാക്ഷൻ 0 ആയിരുന്നു. ആഫ്റ്റർ എന്ത് സംഭവിച്ചു? +1 ആയിട്ട് മാറി. അപ്പോൾ 0ൽ നിന്ന് +1 ആവുന്നു എന്ന് പറയുന്നത് അർത്ഥം എന്താ? ഓക്സിഡേഷൻ നമ്പർ കൂടാണോ കുറയാണോ ചെയ്തത്? നമുക്കറിയാം 0ൽ നിന്ന് +1 ആവാന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്കെ. അതേസമയം ക്ലോറിൻ്റെ കേസിൽ 0ൽ നിന്ന് ഓക്സിഡേഷൻ നമ്പർ എത്രയായിട്ട് മാറി? 0ൽ നിന്ന് -1 ആയിട്ട് മാറി അല്ലേ. -1 ആയിട്ട് മാറി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഇവിടെ ഓക്സിഡേഷൻ ആർക്ക് സംഭവിക്കുന്നത് പറഞ്ഞേ? സോഡിയത്തിന്. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ബേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്സിഡേഷൻ റിഡക്ഷനും പറയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഞാനിവിടെ പറഞ്ഞില്ല ആദ്യമേ തന്നെ 0ൽ നിന്ന് +1 ആയി എന്ന് പറഞ്ഞില്ലേ, ഓക്സിഡേഷൻ നമ്പർ കൂടി എന്ന് പറഞ്ഞില്ലേ. ആ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് എന്ത്? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്ലോറിൻ്റെ കേസിൽ 0ൽ നിന്ന് -1 അല്ല ഈ ഓക്സിഡേഷൻ നമ്പർ കുറയല്ലേ ചെയ്തത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് എന്ത്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ കാണാം. അത് നോക്കിക്കോ, ഡെഫിനേഷൻ വരുന്നു കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ഡ്യൂറിങ് ഓക്സിഡേഷൻ. പഠിച്ചു വെച്ചോ. ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതാണ് എന്ത്? ഓക്സീകരണം. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ആണെന്ത്? റിഡക്ഷൻ. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതാണെന്ത്? ഓക്സീകരണം. കുറയുന്നതാണെന്ത്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. നമ്മൾ സോഡിയത്തിൻ്റെ കേസിൽ എത്രയായിരുന്നുണ്ടായിരുന്നത്? 0ൽ നിന്ന് +1 ആയിട്ട് മാറിയില്ല ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓക്സിജൻ സംഖ്യ കൂടി, ഓക്സിഡേഷൻ നമ്പർ കൂടി. അതേസമയം Clൻ്റെ കേസിലോ 0ൽ നിന്ന് -1 ആവണം ചെയ്തത് അല്ലേ. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പോൾ അതെന്താണ്? റിഡക്ഷനാണ്, നിരോക്സീകരണമാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലും കൂടി എന്ത് പഠിച്ചു വെക്കണം? ഓക്സിഡേഷനെയും റിഡക്ഷനെയും പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. അത് വരുന്നു H2 + Cl2 gives 2HCl. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ H2 നമ്മൾ ഓൾറെഡി ഓക്സിഡേഷൻ നമ്പറിൻ്റെ 2 കണ്ടീഷൻ പഠിച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? H2Cl2 O2 N2 എന്നിവയുടെ ഓക്സിഡേഷൻ നമ്പർ 0 എന്നല്ല പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഞാൻ H2 അതേപോലെ Cl2 ഞാൻ എടുത്ത് എഴുതാണ്, ജസ്റ്റ് ഇട്ട് വെറുതെ എഴുതാണ് 2HCl എന്ന് എഴുതി ഞാനിവിടെ. ഓക്കെ. എടുത്ത് എഴുതുന്ന സമയത്ത് ഇതാ 2HCl എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കിയാൽ H2ൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും, Cl2ൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. പക്ഷേ 2H+ ഇവിടെ എന്തായിരിക്കും വരാ? ഓക്സിഡേഷൻ നമ്പർ +1 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും വരാ? -1 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം Hൻ്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +1 ആയിട്ട് മാറി, ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പോൾ എന്ത് പറയാൻ പറ്റും? Hന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. H അണ്ടർഗോസ് ഓക്സിഡേഷൻ. അറ്റ് ദ സെയിം ടൈം Cl എന്ന് പറഞ്ഞ ആൾക്കാർ സംഭവിച്ചേ 0ൽ നിന്ന് ഓക്സിഡേഷൻ നമ്പർ -1 ആയിട്ട് മാറി അല്ലേ. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. സോ വി ക്യാൻ സേ അണ്ടർഗോസ് റിഡക്ഷൻ. ആര്? Cl. ഓക്കെ. ഇതേ രീതിയിലും കൂടി പഠിച്ചു വെക്കണം എക്സാമിന് കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് ഇതാ. അപ്പോൾ ഇതിൻ്റെ ഒരു ചോദ്യം കൂടി ഇങ്ങനെ വരാറുണ്ട് എക്സാമിന്. H2 + Cl2 gives 2HCl. ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഓരോന്ന് വായിച്ചു നോക്കിയാൽ എന്തൊക്കെയാണ് നോക്കിയാൽ വേഗം. എന്തൊക്കെയാണ് നോക്കിയാൽ ഇതാ ദ ആറ്റം വിച്ച് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആർക്ക് ഇൻക്രീസ് ചെയ്തേ? Hന് അല്ലേ. Hനുള്ള ഓക്സിഡേഷൻ നമ്പർ കൂടിയത് Hനാണ് കൂടിയത്. എന്തുകൊണ്ടാണ്? Hൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആയിരുന്നു, ഇവിടെ ഇപ്പോൾ +1 ആയിട്ട് മാറി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടി. ദ ആറ്റം വിച്ച്
ഹാസ് അണ്ടർഗോൺ ഓക്സിഡേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതാണ് എന്ത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതാണ് ഓക്സിഡേഷൻ. അങ്ങനെയാണെങ്കിൽ ആർക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു ഇവിടെ? എച്ചിന്. കാരണം എന്തുകൊണ്ടാണ്? എച്ചിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 +1 ആയിട്ട് മാറി, ഓക്സിഡേഷൻ നമ്പർ കൂടി. ഇനി അടുത്തത് ദ ആറ്റം വിച്ച് ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിക്രീസ്ഡ്. ആരുടെ കുറഞ്ഞത്? Cl ൻ്റെ അല്ലേ. Cl 0 ആയിരുന്നു, ഇവിടെ എത്ര -1 ആയിട്ട് മാറി. അപ്പോൾ കുറഞ്ഞത് ആർക്കാ? Cl ൻ്റെ. ഓക്കെ. അപ്പോൾ ദ ആറ്റം വിച്ച് ഹാസ് അണ്ടർഗോൺ റിഡക്ഷൻ, ആർക്കാണ് നിരോക്സീകരണം സംഭവിച്ചത്? വേറെ ആർക്കുമല്ല, Cl ന്. എന്തുകൊണ്ടാണ്? ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് എന്ത്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. അപ്പോൾ Cl ന്. ഓക്കെയാണ് പറഞ്ഞ കാര്യം. ദെൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരായിരിക്കും? റെഡ്യൂസിങ് ഏജൻറ്റ് ആരായിരിക്കും? നിങ്ങൾക്ക് എഴുതി കൂടെ. ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? ആർക്കാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ. ആ രീതിയിൽ പഠിച്ചുള്ളതല്ല നമ്മൾ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ വേഗം ഒന്ന് കാണിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അതാ വരുന്നു, ആൻസർ വരുന്നു ഇവിടെ നോക്കിക്കോ. ദാ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? Cl2 ക്ലോറിൻ. അതേപോലെ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? ഹൈഡ്രജൻ H2. ഓക്കെ. അപ്പോൾ ഇതേ രീതിയിൽ എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റൻ ഉറപ്പാണ്. ഓക്സിഡേഷൻ നമ്പറിൻ്റെ ബേസിൽ ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഓക്കെ. H2 Cl2 N2 ഒക്കെ ആണെങ്കിൽ 0 ആയിരിക്കും വരിക. കോമ്പൗണ്ട് വരുമ്പോൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരും. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതാണ് എന്ത്? ഓക്സിഡേഷനും ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതാണ് എന്ത്? റിഡക്ഷനും. ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഓക്സിഡേഷനും റിഡക്ഷനും പഠിച്ചില്ലേ. അപ്പോൾ ഈ ഓക്സിഡേഷനും റിഡക്ഷനും മിക്ക കേസുകളും ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുക, ഇതിൽ നോക്കിയാൽ ഹൈഡ്രജനും ഓക്സിഡേഷൻ സംഭവിച്ചു, ക്ലോറിൻ സംഭവിച്ചു, റിഡക്ഷൻ നിരോക്സീകരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും ഉണ്ടായി, റിഡക്ഷനും ഉണ്ടായി. അങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേരായ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുക. ഡെഫിനിഷൻ നോക്കിയാൽ ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി ഈസ് നോൺ ആസ് റെഡോക്സ് റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സീകരണവും നിരോക്സീകരണം ഒരേ സമയം നടന്നാൽ അത്തരം രാസപ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണെന്ത്? റിഡോക്സ് രാസപ്രവർത്തനം. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരും. ഓക്സിഡേഷനും റിഡക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചിരുന്നടാ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചെന്തൊക്കെയായിരുന്നു? ഓക്സിഡേഷൻ, റിഡക്ഷൻ, അതേപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിലെ പല ഷോർട്ട് വീഡിയോസ് ആയിരുന്നു ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ പറഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ പഠിച്ചത്? ഓക്സിഡേഷൻ പഠിച്ചു, റിഡക്ഷൻ പഠിച്ചു, ഓക്സിഡൈസിങ് ഏജൻറ്റ് പഠിച്ചു, റെഡ്യൂസിങ് ഏജൻറ്റ് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? ഓക്സിഡേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഓക്സിഡേഷൻ എന്ന റിഡക്ഷൻ എന്ന് പഠിച്ചു. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.